ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ഒരു മാച്ച് റിവ്യൂ ആയിട്ടാണ്. സൂപ്പർ ലീഗ് കേരളയിൽ ഫോഴ്സ കൊച്ചി വേഴ്സസ് കാലിക്കറ്റ് FC ഉള്ള ഒരു മാച്ചാണ്. സോ നമുക്ക് അതിന്റെ ഒരു ഷോർട്ട് റിവ്യൂ പോയേക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹാഫിലേക്ക് നോക്കുകയാണെങ്കിൽ മാച്ചിന്റെ ഫസ്റ്റ് ഹാഫിൽ ഇരു ടീമുകളും നല്ല രീതിയിൽ തന്നെ അറ്റാക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും ആദ്യത്തെ ഒരു 30-35 മിനിറ്റ് വരെ ഫോഴ്സ കൊച്ചി നല്ല അറ്റാക്കിംഗ് ആയിരുന്നു. അതിനുശേഷം കുറച്ച് ഫോഴ്സ കൊച്ചി ഡള്ളായിട്ട് നമ്മൾ കണ്ടു. ആ ഒരു ഗ്യാപ്പിലായിരുന്നു കാലിക്കറ്റ് FCയുടെ ഒരു തകർപ്പൻ ഗോൾ 41-ാം മിനിറ്റിൽ ഗനീം നിഗം നേടിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഫസ്റ്റ് ഹാഫ് നല്ലൊരു മാച്ച് തന്നെയായിരുന്നു. ഇനി നമ്മൾ സെക്കൻഡ് ഹാഫിലോട്ട് വരികയാണെങ്കിൽ ഇരു ടീമുകളും നല്ല പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോളിന് പിറകിലായിരുന്നു അവർക്ക് എന്താണ് ഒരു ഗോള് കൂടി സ്കോർ ചെയ്ത് മുന്നിൽ സമനില പിടിക്കണം എന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വീണ്ടും സ്കോർ ചെയ്ത് വിജയിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ആദ്യത്തെ ഒരു ഗോൾ സ്കോർ നേടി അവർ സമനില പിടിച്ചു. ആ ഒരു ഗോൾ നേടിയത് സബ്സ്റ്റിറ്റ്യൂഷനായി എത്തിയ ഫെഫലെ കൂടി ആയിരുന്നു. അദ്ദേഹത്തിന് നല്ലൊരു ഗോൾ കൂടിയായിരുന്നു. അദ്ദേഹം നല്ലൊരു ഹെഡർ ഗോളായിരുന്നു. ഫെഫലയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം നല്ലൊരു ക്വാളിറ്റി പ്ലെയറാണ്. അദ്ദേഹത്തിന്റെ സീസണിൽ ആദ്യ മത്സരമായിരുന്നു. അദ്ദേഹം ബ്രസീലിയൻ പ്ലെയർ കൂടിയാണ്. ഏതായാലും ആദ്യ മത്സരത്തിൽ തന്നെ അദ്ദേഹം നല്ല രീതിയിൽ അദ്ദേഹത്തിന്റെ ആദ്യ മത്സരത്തിൽ തന്നെ അദ്ദേഹത്തിന് ഗോൾ നേടാൻ സാധിച്ചു എന്നുള്ളതും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഫോഴ്സ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ ഫെഫലെ 71-ാം മിനിറ്റിൽ നേടിയ ആ ഒരു ഗോളിന് ശേഷം ഇരു ടീമുകളും നല്ല രീതിയിൽ തന്നെ ഒരു വിജയ ഗോൾ നേടാൻ വേണ്ടി നല്ല രീതിയിൽ അറ്റാക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു മാച്ച് തന്നെയായിരുന്നു സെക്കൻഡ് ഹാഫിലും കണ്ടിട്ടുണ്ടായിരുന്നത്. ഏതായാലും ആ ഒരു മാച്ച് ഇരു ടീമുകളും നല്ല രീതിയിൽ അറ്റാക്കിംഗ് ചെയ്തെങ്കിലും ഒരു ഗോൾ നേടാൻ ഇരു ടീമുകൾക്കും സാധിച്ചിട്ടില്ല. ഏതായാലും 1-1 എന്നുള്ള ഒരു സ്കോർ മാർജിൻ തന്നെ നിലനിർത്തി ഇരു ടീമുകളും സമനിലയിലായിരുന്നു തിരിഞ്ഞിട്ടുണ്ടായിരുന്നത്. കാലിക്കറ്റ് FCയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് നിലവിൽ 5 പോയിന്റുകളുണ്ട്. അതുപോലെ ഫോഴ്സ കൊച്ചിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് നിലവിൽ കഴിഞ്ഞ 2 മാച്ചുകൾ ഡ്രോ ആയിരുന്നു. അതുപോലെ തന്നെ അതിന്റെ മുമ്പത്തെ മാച്ച് പരാജയം കൂടിയായിരുന്നു. ഏതായാലും ഫോഴ്സ കൊച്ചിക്ക് നല്ല രീതിയിൽ തന്നെ തിരിച്ചു വരാൻ സാധിക്കട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇതോടുകൂടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ ഗുഡ് ബൈ.